മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം എക്സാലോജിക്കൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൂടാതെ നവകേരള സദസ്സിലെ അതിക്രമങ്ങളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ചെറുതായി പോയെന്നും സതീശൻ സഭയിൽ പറഞ്ഞു. ചന്തു ചന്ദ്രശേഖരന്റെ വിശദാംശങ്ങളുമായി. ചന്തു, നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ അടക്കം ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ. വിഷ്ണു, നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയാണ്. ഇതിനു മുൻപ് വി.ഡി. സതീശൻ സംസാരിച്ച സമയത്തായിരുന്നു, വി.ഡി. സതീശന്റെ ഈ നന്ദി പ്രമേയ ചർച്ചയിലുള്ള മറുപടിയുടെ സമയത്തായിരുന്നു ഈ മാസപ്പടി വിവാദം വീണ്ടും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചത്. പ്രധാനമായും മാസപ്പടി വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവിക നീതി കിട്ടിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. ആവശ്യപ്പെട്ടിട്ടും ഒരു രേഖയും ഹാജരാക്കിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഇക്കാര്യം അവാസ്തവമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. നിയമപരമായ ഇടപാടുകൾ അല്ല നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായും അദ്ദേഹം നേരത്തെ സഭയിൽ പറയുകയുണ്ടായി. കൂടാതെ നവകേരള സദസ്സിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചത്. നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾക്കിടെ ഗൺമാൻമാരടക്കം നടത്തിയ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. ഈ ഗൺമാന്റെ നടപടിയിൽ പോലീസ് കേസെടുത്തിട്ടും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറായില്ല. ഇനി ആര് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്ന ഒരു പ്രധാനമായ ചോദ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്നവർ പോലും നിയമം അനുസരിക്കാത്ത ഒരു സാഹചര്യം. അപ്പോൾ മറ്റാര് ഈ നിയമ നടപടികൾ അനുസരിക്കും എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. ചന്തു, അതോടൊപ്പം മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. എക്സാലോജിക്കൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിട്ടുണ്ട്. ഈ എക്സാലോജിക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA ഈ വിഷയം ഉന്നയിച്ച സമയത്തായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഈ എക്സാലോജിക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാതെയാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികളിലേക്ക് കടന്നത് എന്ന കാര്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടി എന്നോണമാണ് ഇന്ന് വി.ഡി. സതീശൻ ഇക്കാര്യം നിയമസഭയിൽ പറഞ്ഞത്. പ്രധാനമായും ഇന്ന് വി.ഡി. സതീശനെതിരെ PV അൻവർ ഒരു ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: കേരയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി 150 കോടി രൂപ ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ നിന്നും വി.ഡി. സതീശൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പണം തൃശ്ശൂർ കൊണ്ടുവരികയും അത് വീണ്ടും ബാംഗ്ലൂരിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു എന്നൊരു ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ആരോപണത്തിന് മറുപടി PV അൻവറിന്റെ ഈ ആരോപണത്തിന് മറുപടി നൽകുകയും ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരു സാഹചര്യമാണ് ഈ ആരോപണം കേട്ടിട്ട് വരുന്നതെന്നും ഇതിന് അനുമതി നൽകിയ മുഖ്യമന്ത്രിയെ സഹതാപമാണ് തോന്നുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ എക്സാലോജിക്കിന്റെ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത്, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടി നേരത്തെ ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് നിയമസഭയിൽ പറഞ്ഞത് അവാസ്തവമാണെന്നും നിയമപരമായ ഇടപാടുകളല്ല നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നുമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വ്യക്തമാക്കിയത്.